ഫ്രണ്ട്സ്, ഇവിടെ സാധാരണയായിട്ടുള്ളൊരു ലഞ്ചിന് എത്രയാവും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ എത്ര ഐറ്റംസ് ഉണ്ടാവും എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതെൻ്റെ വർക്കിംഗ് പ്ലേസിൻ്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇതൊക്കെയാണ് റഷ്യൻ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസിൽ വരുന്ന സാധനങ്ങൾ. നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് മെയിനായിട്ട് മീറ്റ് ഐറ്റംസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളൂ. മഞ്ഞുകാലത്ത് കൂടുതലും ഇവർ സൂപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള സൂപ്പ് കാണും. ഇപ്പോൾ ഇവിടെ വിൻ്റർ ടൈമാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഏതെങ്കിലും അവിടെ ലഞ്ചിന് എന്തൊക്കെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്ര പ്രൈസേ ആവത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ഇത്ര ഐറ്റംസിന് ഇത്ര പ്രൈസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ലഞ്ച്. അപ്പോൾ ഇതിനിപ്പോൾ ആവറേജ് വരുന്നത് 500 റുപ്പീസാണ്. 500 റുപ്പീസ് തന്നെ. റൂബിളും റുപ്പീസും സെയിം ആണെന്ന് ഓർക്കുക. അപ്പോൾ അത്രയാണ് വരുന്നത്. അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ പൈസ ഇതിനകത്ത് ആഡ് ആവത്തുള്ളൂ. അല്ലാതെ നമ്മൾ ലഞ്ച് അല്ലെങ്കിൽ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുവാണെങ്കിൽ അവർ എഴുതിയിരിക്കുന്ന അത്ര പ്രൈസ് മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഇത് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇതിങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നത്. سيده شو ഞാൻ അഡീഷണലായിട്ടൊരു ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തുകൊണ്ട് 618 രൂപയായി എൻ്റെ ഈ ലഞ്ചിന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്ര ഐറ്റംസാണ് എനിക്കിവിടെ ഉള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ റെസ്റ്റോറൻ്റാണ്. സൂപ്പൊക്കെ ലാപ്ഷയുടെ ഒരു സിമ്പിൾ സൂപ്പാണ്. ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ശീലമാവുന്നവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനത്തെ ചെറിയ വീഡിയോസ്, ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സമ്മർ സമയത്ത് ഇവിടുത്തെ റഷ്യൻസ് എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ കണ്ടു. Он побежит с этой стороны на полной скорости, оттолкнется об голову этой девочки и сделает сальто через всех этих людей. Если вы хотите это увидеть, сделайте еще немного шума. Вам что, девочку не жалко, что ли, садистка? Вы что, офигели? Я не понял. Малышка, прости, что я ворвался в твою жизнь так резко, без стука. Скажи мне честно, ты боишься? Нет. Красава, давай 5. Запомни раз и навсегда, никогда ничего не бойся в этой жизни, вообще ничего. Кроме 3 вещей. Это сигареты, алкоголь и твои родители. Если поняла, давай 5. Красава, у тебя светлое будущее. Где твоя мама? Покажи. Мама, подними руку. Иди прощайся, пока не поздно. Мама, а у вас один ребенок в семье? 2? Значит, ничего страшного, работаем, возвращайся. У мамы есть запасная. Пойдем. Сестренка, отпусти. ഇവിടെയുള്ളവരെല്ലാം ഭയങ്കര കോമഡി ആയിട്ടാണ് പറഞ്ഞത്. ആ പുള്ളി ആ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ഓക്കെ, നീ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടരുത്. ഭയപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സാധനങ്ങളാണ്. ഒന്ന് സിഗരറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ, പിന്നെ നിൻ്റെ മാതാപിതാക്കൾ, പേരൻസ്, അങ്ങനെയാണ് പറഞ്ഞിട്ട് സ്മൈലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര ജോക്കാണ്. എല്ലാ കാര്യങ്ങളും ഇവർ ഭയങ്കര എൻജോയബിൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.